ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളത്തിൻ്റെ സുറിയാനിപ്പേടി 2025 ഓഗസ്റ്റ് 27 ബുധൻ എന്ന തീയതിയിലെ സത്യദീപത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനം എനിക്ക് അയച്ചു തന്നത് എൻ്റെ ക്ലാസ്മേറ്റ് അച്ഛൻ ഫാദർ നിക്കോളസ് ആണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ബാബേൽ പുതുക്കിപ്പണിയുന്ന മേസ്തിരിമാർ, വെളിപാടിൻ്റെ ഭാഷ, ഈ പേരിലാണ് ഒരു ലേഖനം. ഫാദർ ഡോക്ടർ സൂരജ് ജോർജ് പീട്ടാപ്പള്ളിയിലാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിനൊരു നിഗൂഢ അജണ്ടയുണ്ട്. അത് നമുക്ക് മനസ്സിലാകും. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, എറണാകുളത്തിൻ്റെ സുറിയാനി പേടി. അതാണ് ആ പേടി അകറ്റാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ അജണ്ടയുടെ വെളിച്ചത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിലെ ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് വേറെ തരത്തിൽ പ്രതികരിക്കാനായിട്ട് സാധിക്കും. അത് പറ്റ തരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് ഞാനൊരു 5-6 പോയിൻറ്റ്സ് മാത്രമാണ് അതിലേറ്റവും വിഡ്ഢിത്തം അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയാവുന്ന ഒരു 5-6 കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇച്ചിരി അല്പം നീണ്ട വീഡിയോ ആണെങ്കിലും പരമാവധി എല്ലാവരും കേൾക്കണം എന്നും ഈ എറണാകുളത്തിൻ്റെ നിഗൂഢ അജണ്ട തിരിച്ചറിയാൻ ഇത് സഹായിക്കുമെന്നും അതുകൊണ്ട് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പരമാവധി ഷെയർ ചെയ്യണം. ദീർഘമായി പോയി എന്നതുകൊണ്ട് കേൾക്കാതിരിക്കരുത്. ഇത് ദീർഘമായാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു പഠനമാണ്. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ആത്മാരും ഇത് കേൾക്കണം. വൈദികർ കേൾക്കണം. മറ്റ് രൂപതകളിലെ അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീമാരും ഇത് കേൾക്കണം. എങ്കിലേ ഈ നമ്മുടെ സുറിയാനി സഭയെ, സീറോ മലബാർ സഭയെ ബാധിച്ചിരിക്കുന്ന ഈ അനൈക്യത്തിൻ്റെ വിത്തുകൾ നമുക്ക് ശരിക്കും കണ്ടെത്താനും നശിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് ദയവായി പരമാവധി ഷെയർ ചെയ്ത് കേട്ട് നോട്ട് കുറിച്ചെടുക്കണമെന്നും ഇത്തരം ലേഖനങ്ങളുടെ ആ കെണിയിൽ അകപ്പെട്ട് പോകരുതെന്നും പറയുകയാണ് ഞാൻ. ഈ ലേഖനത്തിലൊരു വചനം എങ്ങനെയാണ്: സുറിയാനിയും ഗ്രീക്കും ലത്തീനും ഉൾപ്പെടെ എല്ലാ ഭാഷകളും അതാത് കാലഘട്ടത്തിൽ ഉണ്മയ്ക്ക് പായ വിരിച്ച ഭവനങ്ങളാണ്. പക്ഷെ ആ കട്ടിലുകൾ ഇന്നത്തെ മനുഷ്യർക്ക് പാകമാവണമെന്നില്ല. വ്യാകരണ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഗവനിക്കേണ്ട. നമുക്ക് ദൈവശാസ്ത്രത്തിലേക്ക് പോകാം. സുറിയാനിയും ഗ്രീക്കും ലത്തീനും ഉൾപ്പെടെ എല്ലാ ഭാഷകളെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹീബ്രു, അരാമിയ എന്നും കൂടി ആ വചനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ വചനം പൂർണ്ണമായാനേ. കാരണം പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രു ഭാഷയിലും അരാമിയ ഭാഷയിലുമാണ്. പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കിലാണ്. പിന്നെ സുറിയാനിയും ലത്തീനും അല്ലേ, ലത്തീനിൽ ചില വാക്കുകളുണ്ട്, സുറിയാനിയിൽ ചില വാക്കുകളുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹീബ്രു, അരാമിയ കൂടി അതിനകത്ത് ചേർത്തിരുന്നെങ്കിൽ ആ വചനത്തിന് ഒരു പൂർണ്ണത, കുറച്ചുകൂടി ഒരു പൂർണ്ണത ഉണ്ടായാനേ. ഈ അരാമിയ ഭാഷയുടെ സഹോദരിയാണ് ഈ സുറിയാനി ഭാഷ. അത് ഞാൻ ഈ സുറിയാനിയിലാണ് യേശു സംസാരിച്ചത്, സുറിയാനിയിലാണോ അരാമിയയിലാണോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പൊരു കാര്യം, ഹീബ്രു, അരാമിയ, സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ ഇതെല്ലാം മറ്റ് ഭാഷകളെ പോലെയാണ് എന്ന് ആണ് പറഞ്ഞു വയ്ക്കുന്നത്. ഉണ്മ വെച്ചാൽ ബീയിങ് എന്ന അർത്ഥത്തിലായിരിക്കാം. ആളത്വത്തിന് ആളത്വം അവതരിപ്പിക്കാൻ ഇല്ലേ ഉപയോഗിച്ച, അതുമായിരിക്കാൻ പായ വിരിച്ച ഭവനങ്ങൾ എന്ന് പറഞ്ഞത്. പായ വിരിച്ച ഭവനങ്ങൾ. പക്ഷെ ആ കട്ടിലുകൾ എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യർക്ക് പാകമാവണമെന്നില്ല. ആ ഭവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കട്ടിലുകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഗ്രാമർ. പോട്ടെ. ഈ ഹീബ്രു, അരാമിയ, സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ ഇതൊക്കെ മറ്റ് ഭാഷകളെപ്പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളല്ലാത്തവർക്ക്. ക്രിസ്ത്യാനികൾക്ക് ഈ ഭാഷയോട് വേറൊരു അടുപ്പമുണ്ട്. അപ്പോൾ വെറുതെ ഉണ്മയ്ക്ക് പായ വിരിച്ച ഭവനങ്ങളല്ല ഹീബ്രു, അരാമിയ, സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ. ഹീബ്രു, അരാമിയ, സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ എന്നിവ വെറുതെ ഉണ്മയ്ക്ക് പായ വിരിച്ച ഭവനങ്ങളല്ല. ആ കട്ടിലുകൾ എല്ലാ ക്രിസ്ത്യാനികൾക്കും പാകമാകേണ്ടതുമാണ്. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പാകമാക്കേണ്ടതുണ്ട്. കട്ടിൽ ഇല്ലേ, ആളെ ഉണ്മയെ മാറ്റൊന്നും വേണ്ട, മുറിച്ചു മാറ്റൊന്നും വേണ്ട. പക്ഷേ ഈ പാകത്തിന് ഈ ഭാഷകൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ തെളിവുകളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഈ എറണാകുളത്ത് അങ്ങനെ പറയുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവർ നിരീശ്വരന്മാരെയും യുക്തിവാദികളെല്ലാം കൊണ്ടുവന്നിട്ടാണ് മിക്ക പരിപാടികളും നടത്തുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന വിമത ആത്മായ മുന്നേറ്റക്കാരുടെ സിനഡ് നിരീശ്വരന്മാരെയും യുക്തിവാദികളും കൊണ്ടുവന്നിട്ടാണ് ഈ സിനഡ് നടത്തണേ.
അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപാടിൻ്റെ ഭാഷ എന്ന് പറയുന്ന ഹീബ്രുവോ അരാമിയായോ സുറിയാനിയോ ഗ്രീക്കോ ലത്തീനോ ഇതൊന്നും അവർക്ക് പ്രധാനപ്പെട്ടതല്ല. കാരണം അവരൊരു നിരീശ്വര ചിന്തയിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നടക്കുന്നവരാണ്. അല്ലെങ്കിൽ കുർബാന ഇതുപോലെ അവഹേളിക്കുകയോ സഭയെ ഇതുപോലെ നാറ്റിക്കുകയോ. അപ്പോൾ അവർക്ക് ദൈവവിശ്വാസം എന്നത് ഇല്ലാത്തത് കൊണ്ട് വെളിപാടിൻ്റെ ഭാഷ തന്നെ അവർക്ക് പ്രധാനപ്പെട്ടതല്ല. മറ്റെല്ലാ ഭാഷയും പോലെയാണ് അവർക്ക് ഈ ഭാഷകളും. കാരണം അവർ വെളിപാടിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്ന സംശയമാണ്, കുർബാനയിൽ ഏതായാലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെ ലേഖനമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. ക്രിസ്ത്യാനികൾക്ക് ഹീബ്രുവും അരാമിയായും സുറിയാനിയും ഗ്രീക്കും വെളിപാടിൻ്റെ ഭാഷയാണ്. ഗ്രീക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് മറിയത്തിൻ്റെ അമലോത്ഭവത്തെ പെന്തക്കോസ്ത് ദൈവസഭക്കാർ അംഗീകരിക്കാത്തത്. കെഹരി തോമൻ എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ എന്നാണ് വാക്കിനർത്ഥം. അത് പക്ഷേ കെഹരി തോമൻ എന്നുള്ള ഗ്രീക്കാണ്. അതവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറിയത്തിൻ്റെ അമലോത്ഭവത്തെ അവർ എതിർക്കുമായിരുന്നില്ല. പക്ഷെ അവർ പഠിക്കില്ല. അവർ അതാത് പ്രാദേശിക ഭാഷയിൽ മാത്രം പഠിച്ചു പോകുന്നവരാണ്. ഗ്രീക്ക് പഠിക്കില്ല. അതുകൊണ്ടാണ് അമലോത്ഭവത്തെ അംഗീകരിക്കാൻ പ്രയാസം. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ കർത്താവ് ഉപയോഗിച്ച വാക്ക് അനാംനേസിസ് എന്നാണ്. അനാംനേസിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അറിയാമായിരുന്നെങ്കിൽ, ഗ്രീക്ക് ഫിലോസഫി അല്പം അറിയാമായിരുന്നെങ്കിൽ അവർ കുർബാനയെ നിഷേധിക്കുമായിരുന്നില്ല. ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരും കൂട്ടരൊക്കെ ഇതേ പ്രശ്നം എറണാകുളം അങ്കമാലിയിലുണ്ട്. അവർക്ക് എന്താണ് ഇതാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞത് എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ്. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ കിടന്നാണ് ചെയ്യേണ്ടത്. ഈ ചുറ്റും എന്നുള്ള ഈ ലിയനാർഡോ ദാവിഞ്ചിയുടെ പടം വെച്ചിട്ടാണ് അവരുടെ വ്യാഖ്യാനം. അതായത് ഈ വക ദൈവികമായ കാര്യങ്ങളൊന്നും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരുടെ കയ്യിലില്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളാണ് ഇവർ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത്. അപ്പോൾ കുർബാനി സമരമുറയാക്കുന്നതും ദൈവം നിന്ന് എല്ലാ ദിവസവും ദൈവം നിന്ന് ചെയ്യുന്നതും സഭ അനുവദിക്കാത്ത തരത്തിൽ കുർബാന ചൊല്ലുന്നതും അത് പാമ്പ്ളാനി പിതാവ് പറഞ്ഞു, തട്ടിൽ പിതാവ് പറഞ്ഞെന്ന് പറഞ്ഞാലൊന്നും ശരിയാകില്ല. അതൊന്നും സിനഡൻ തീരുമാനങ്ങളായിരുന്നില്ല. ഇപ്പോഴത്തെ സിനഡിൽ മാറ്റി പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ മെത്രമാർക്ക് അഴകോൺപൻ രീതികൾ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു. അവർ ചെയ്ത കാര്യം അവർ തന്നെ മാറ്റി പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്പാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ചുരുക്കത്തിൽ ഈ ഗ്രീക്ക് വാക്കുകളുടെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ബൈബിൾ അറിയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, സഭയിലെ വിശ്വാസ സത്യങ്ങൾ പോലും അറിയാൻ പറ്റില്ല. സഭയിലെ വിശ്വാസ സത്യങ്ങൾ അറിയാൻ പറ്റില്ല. വൈദികരാകാൻ എന്തിനാണ് പഠിക്കണേ? പ്രാദേശിക ഭാഷ മാത്രം മതിയെങ്കിൽ എന്തിനാണ് സെമിനാരി പഠിക്കണേ? ഇൻ പെഴ്സോണ ക്രിസ്തി എന്ന വാക്ക് അറിയാത്ത ഒരു അച്ഛന് എങ്ങനെ കുർബാന അർപ്പിക്കാൻ പറ്റും? ഇൻ പെഴ്സോണ ക്രിസ്തി അത് ലത്തീനാണ്. ക്രിസ്തു എന്ന ആളിൽ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പോലും ഇൻ പെഴ്സോണ ക്രിസ്തി എന്ന് പറയുന്ന അതിൻ്റെ ആ ധ്വനി സാന്ദ്രത പഞ്ച് എന്ന് പറയില്ലേ, അതുണ്ടാകില്ല. അപ്പോൾ വെളിപാടിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെങ്കിൽ വെളിപാടിൻ്റെ ഭാഷയുടെ വൈകാരിക അടുപ്പമുണ്ടാകും. അത് ഉണ്ടാകുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സത്യദീപം സത്യദീപം എന്നുള്ള വാക്കിപ്പം അതിന് ചേരില്ല. കാരണം സത്യം പഠിപ്പിക്കുന്ന ദീപം അത് കെട്ടുപോയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ സത്യാനന്തര കാലം എന്ന് പറഞ്ഞിട്ട് അസത്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. അസത്യങ്ങളാണ് അതിലൂടെ എഴുതി വിടുന്നതും. പോട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ. ഭാഷ എന്നുള്ളത് ഒരു ആശയം കൈമാറാനുള്ള ഉപാധിയാണോ? എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ? അങ്ങനെയാണ് പലരും വിചാരിക്കുന്നത്. അല്ല, ഭാഷ ഒരു സംസ്കൃതിയാണ്. ഇപ്പം നമ്മൾ തമിഴ് ഭാഷ അതൊരു സംസ്കൃതിയാണ്. അതൊരു ഭാഷ മാത്രമല്ല, ഒരു സംസ്കൃതിയാണ്. ഈശോയുടെ സംസ്കൃതിയാണ് ഈശോ സംസാരിച്ച ഭാഷ. വെളിപാട് എഴുതപ്പെട്ട ഭാഷ അതൊരു സംസ്കൃതിയാണ്, വെറുതെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല. അപ്പോൾ ആ സംസ്കൃതിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ എന്തിനതിനെ തള്ളിപ്പറയണം? അത് നിർബന്ധമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുർബാനയിൽ ചില ഭാഗങ്ങളെങ്കിലും സുറിയാനി ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ അത് കർത്താവുമായിട്ട് വളരെ അടുത്ത് വരുന്ന വൈകാര്യമായിട്ട് അടുത്ത് വരുന്ന സംഗതി നടക്കുമെങ്കിൽ എന്തിനാണത് തള്ളിപ്പറയണേ? അപ്പോൾ അതിനകത്തൊരു അപകടമുണ്ട്. ഇവർ ഈ സുറിയാനി വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു അപകടമുണ്ട്. അത് തള്ളിപ്പറയേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് സംസാരിച്ച ഭാഷയുടെ അടുത്ത് വരുമെങ്കിൽ നമുക്കതിലേക്ക് പോകുന്നത് വൈകാരികമായിട്ട് നമുക്കൊരു കുറച്ചുകൂടി കർത്താവിൻ്റെ ചിന്താസരണിയിലേക്കും സംസ്കൃതിയിലേക്കും അടുപ്പിക്കുമെങ്കിൽ എന്തിന് അതിനെ തള്ളിപ്പറയണം? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എറണാകുളത്ത് തള്ളിപ്പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ സുറിയാനി പേടി? അതിന് വേറെ കാരണങ്ങളുണ്ട്. ഒരു കാര്യം കൂടി, ഇസ്ലാമിൻ്റെ ഐക്യതയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്ന് അറബി ഭാഷയാണ്. ഇപ്പം അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ആണെന്നാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അറബി ഭാഷ പണ്ടേ ഉണ്ടായതാണ്, ഇസ്ലാം ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അവർ അറബി ഭാഷ ഇസ്ലാമിൻ്റെ ഭാഷയായിട്ട് എടുത്ത് ലോകം മുഴുവൻ
അറബിയിൽ ആ അറബി ഭാഷ അവർ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറി. സുറിയാനിക്കാരെ ഒന്നിപ്പിക്കാത്ത ഇങ്ങനെ ഛിന്ന ഭിന്നമായി കിടക്കുന്നതിൻ്റെ ഒരു കാരണം ഈ സുറിയാനി ഭാഷ നമുക്ക് പൊതുഭാഷയല്ല എന്നുള്ളതാണ്. മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്. തമിഴിനുള്ള ഭാഷാ സ്നേഹം മലയാളികൾക്ക് മലയാളത്തോടില്ല. 1200 കൊല്ലം പഴക്കമേ ഉള്ളൂ ഈ പറഞ്ഞ മലയാള ഭാഷയ്ക്ക്. തമിഴിന് 3000 വർഷത്തെങ്കിലും പഴക്കമുണ്ട്. നമുക്ക് ഈ ഭാഷാ സ്നേഹം, മലയാളത്തിൻ്റെ ഭാഷാ സ്നേഹം പോലും ഇല്ല. നമ്മൾ ഈ TV ഇല്ലേ, ടെലിവിഷൻ ചാനലിലൊക്കെ വന്നിരുന്ന പലരും സംസാരിക്കുന്നത് മലയാളമേ അല്ല. അപ്പോൾ ഈ മലയാളം എന്ന വികാരം നമുക്കില്ലാത്തതും ഈ മലയാളികളുടെ ഐക്യതയ്ക്ക് കുറവുണ്ടാകുന്നതിന് കാരണം അതാണ്. ഈ ഭാഷ നമ്മൾ ഒന്നിപ്പിക്കുന്നില്ല. അതിനേക്കാളും അപകടം പിടിച്ച നിലയിലാണ് സീറോ മലബാർ സഭയിൽ, സുറിയാനി സഭയിൽ നമ്മൾക്കിങ്ങനെ കഷണങ്ങളായി നിൽക്കുകയാണ്. കാരണം എന്താണ്? സുറിയാനി എന്ന് പറഞ്ഞ ഭാഷ നമ്മൾ ഒന്നിപ്പിക്കുന്നില്ല. സുറിയാനി എന്ന് പറഞ്ഞ ഭാഷ ഒന്നിപ്പിക്കുന്ന വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും വിഭാഗീയത നമ്മുടെ സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഒരു സംസ്കൃതിയാണ് ഭാഷ, പ്ലസ് അത് ഐക്യതയ്ക്കുള്ള ഒരു ഉപാധിയാണ്. ഇതൊക്കെ തള്ളിപ്പറയേണ്ട കാര്യം എന്തുണ്ട്? മറ്റൊരു വാക്യം, ഈ ലേഖനത്തിൽ മറ്റൊരു വാക്യം, ദൈവിക വെളിപാടിന്റെ പൂർണ്ണത മനുഷ്യാവതാരം പ്രാപിച്ച ദൈവവചനമായ യേശുവാണ് എന്ന കേന്ദ്ര ചിന്തയിൽ നിന്ന് മാറി യേശു സംസാരിച്ച ഭാഷയെക്കുറിച്ചും അതിൻ്റെ മേൽക്കൈയെക്കുറിച്ചും ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നു. ഈ വചനം കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. എന്താണ്? യേശു എന്ന കേന്ദ്ര ചിന്തയിൽ നിന്ന് മാറിപ്പോയി ആര്? സുറിയാനി പഠിപ്പിക്കുന്നവർന്നാണ്. വാസ്തവത്തിൽ മാറിപ്പോയത് ആരാണ്? എറണാകുളം അങ്കമാലി അതിരൂപതയല്ലേ? അവിടുത്തെ വിമത വൈദികരല്ലേ? അവിടുത്തെ മുന്നേറ്റക്കാരല്ലേ? യേശു എന്ന കേന്ദ്രത്തിലേക്ക് നോക്കണം എന്നാണ് നമ്മൾ പറയണേ, സുറിയാനിക്കാർ പറയണേ. അവരെന്താ പറയുന്നത്? യേശു എന്ന ആളിലേക്ക് നോക്കുന്നതും വേണ്ട, കേന്ദ്രം എന്ന് പറയുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കൂ, നിങ്ങളുടെ മുഖത്തേക്ക് ഞാനും നോക്കും. മനുഷ്യനാണ് ദൈവം, മനുഷ്യന്റെ മുഖത്താണ് ദൈവം, മനുഷ്യനാണ് ദൈവം. ഈ മുണ്ടാള ദൈവശാസ്ത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അപ്പോൾ യേശു എന്ന കേന്ദ്ര ചിന്തയിൽ നിന്ന് മാറിയെന്ന് എഴുതിയിരിക്കുന്നത് സുറിയാനിക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടിയാണെങ്കിലും വാസ്തവത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാരാണ് മാറിപ്പോയിരിക്കുന്നത്. യേശു എന്ന കേന്ദ്ര ചിന്തയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. യേശു എന്ന കേന്ദ്ര ചിന്തയിലേക്ക് നോക്കിക്കൊണ്ട് ഈ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ പറയുന്നത് ദൈവാനുമുഖ കുർബാന അല്ലെങ്കിൽ അൾത്താര അഭിമുഖ കുർബാന എന്നൊക്കെ പറയുന്നത്. അത് പാടില്ലെന്നാണ് അവർ വാശി പിടിക്കുന്നത്. ഏതായാലും യേശുവാണ് കേന്ദ്ര ചിന്ത എന്ന കാര്യം അംഗീകരിച്ചല്ലോ, അത്രയും സന്തോഷം. അവരാണ് മാറിപ്പോയിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയാണ് അവർ പഠിപ്പിക്കുന്നത്. മനുഷ്യനാണ് ദൈവം, മനുഷ്യനാണ് ദൈവം അത്രേ. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. ഇതാണ് എറണാകുളത്തിൻ്റെ പാഷാണ്ഡത. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഈ ലേഖനത്തിൽ മറ്റൊരു വാക്ക്, ലത്തീൻ, ഗ്രീക്ക്, സുറിയാനി എന്നീ ഭാഷകളിൽ ഒന്നിനെയും വിഗ്രഹവൽക്കരിക്കുന്നത് ക്രിസ്തുവിന്റെ രക്ഷാകര സന്ദേശത്തിന്റെ സാർവത്രികതയ്ക്ക് നിരക്കാത്തതാണ്. വിഗ്രഹവൽക്കരണം എന്തിൻ്റെ ആയാലും തെറ്റാണ്. പക്ഷെ എന്തിനാണ് കത്തോലിക്ക സഭ ഇപ്പോഴും മൗലിക രേഖകളിൽ ലത്തീനിൽ പ്രസിദ്ധം ചെയ്യുന്നത്? റോമിൽ നിന്ന് വരുന്ന രേഖകളെല്ലാം ലത്തീനിലല്ലേ? സഭയുടെ ഔദ്യോഗിക ബൈബിളായിട്ട് കത്തോലിക്ക സഭ അംഗീകരിച്ചിരിക്കുന്നത് ലത്തീൻ സഭയിൽ ലത്തീൻ ഉൾഗാത്ത ബൈബിളല്ലേ? അപ്പോൾ കത്തോലിക്ക സഭയുടെ സാർവത്രികത മാർപ്പാപ്പ നിരാകരിക്കുകയാണോ? എന്തിനാണ് ലത്തീൻ ഭാഷയിൽ വത്തിക്കാനിൽ നിന്ന് രേഖകൾ എഴുതണേ? എന്തിനാണ് ഉൾഗാത്ത ലത്തീൻ പരിഭാഷ അത് ലത്തീൻ കത്തോലിക്ക സഭയുടെ സാർവത്രിക ബൈബിളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? അപ്പം ലത്തീൻ ഭാഷയ്ക്ക് അതിനൊരു വിശുദ്ധിയുണ്ട്, ഒരു പവിത്രതയുണ്ട്. അത് രക്ഷാകര സന്ദേശത്തിൻ്റെ സാർവത്രിക നല്ലതാണ്, മോശമല്ല. ഈ ലത്തീൻ സഭയെ ഒന്നിപ്പിക്കുന്നത് ലത്തീൻ ഭാഷയാണ്. ലത്തീൻ സഭ എന്നാണ് പറയണേ, ഭാഷ. ലത്തീൻ സഭ എന്ന് വെച്ചാൽ ലത്തീൻ ഭാഷ ആരാധനയ്ക്ക് ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്ന സഭ. അതാണ് ലത്തീൻ സഭയെ കൂടുതലും ഒന്നിപ്പിക്കുന്നത്. അവർക്കും അവിടെയുണ്ട് ഭിന്നതകളൊക്കെ എല്ലാവിടെയും ഉണ്ടാകും, അതൊക്കെ എല്ലാവിടെയും ഉണ്ട്. അപകടം നിറഞ്ഞ അപകടത്തിൻ്റെ ലെവലിലെത്തുന്ന തരത്തിലുള്ള വിഭാഗീയത അത് സുറിയാനി കത്തോലിക്ക സഭയിലുള്ളിടത്തോളം വേറൊറ്റ സഭയിലും ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്നിപ്പിക്കാനായിട്ട് ഒരു ഭാഷയില്ല. അതാണ് പ്രശ്നം. ലത്തീൻ സഭയെ ഒന്നിപ്പിക്കുന്നത് ലത്തീൻ ഭാഷയാണ്, ലത്തീൻ ബൈബിളാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിള്. നമ്മൾ പിശീത ബൈബിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ നല്ലൊരു പരിഭാഷ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഉപ്പാണിച്ചൻ്റെ ഒരു തർജ്ജമയുണ്ട്, കയ്യാലപ്പറമ്പൻ തർജ്ജമയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയും അതിനേക്കാളൊക്കെ പരിഷ്കരിച്ച് നല്ലതൊരെണ്ണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ആ പിശീത ബൈബിളിൻ്റെ ശരിക്കും സൗന്ദര്യമുള്ള ഒരു പരിഭാഷ മലയാളത്തിൽ ഇനിയും വരേണ്ടിയിരിക്കുന്നെന്നാണ് എൻ്റെ വിചാരം.
അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഇനിയൊരു കാര്യം കൂടി പറയട്ടെ. ഈ സത്യദൈവത്തിന് പണ്ടേ അലർജിയാണ് ബൈബിള്. എങ്കിലും ബൈബിളിൽ ചില വചനങ്ങളൊന്നും വായിക്കും നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 19:19-20 വാക്യങ്ങൾ. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന്മേൽ പതിപ്പിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു. ഇതേക്കുറിച്ച് ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സൂചിപ്പിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമായിരുന്നതിനാൽ അനേകം യഹൂദന്മാർ ആ മേലെഴുത്ത് വായിച്ചു. അത് ഹെബ്രായ, ലത്തീൻ, ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടിരുന്നു. ഹെബ്രായ, ലത്തീൻ, ഗ്രീക്ക് ഈ 3 ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് പീലാത്തോസ്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒരു സൂചന മാത്രം പറയട്ടെ. അതിനാൽ ലത്തീനിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ചുരുക്കമാണ് INRI, INRI. യേസുസ് നസ്രൈനസ് റെക്സ് യുദയോരും. ഇല്ലേ, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്, അത് തന്നെ എൻ്റെ അർത്ഥം. അതിൻ്റെ ഹീബ്രു അതിൻ്റെ ചുരുക്കം എടുത്താൽ യാഹ്വേ എന്ന് വരും. യാഹ്വേ. അത് കണ്ടപ്പോഴാണ് മഹാപുരോഹിതനും മറ്റും ചെന്ന് പീലാത്തോസിനെ പറഞ്ഞത്, അങ്ങനെ എഴുതി വെക്കരുത്. യാഹ്വേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന എഴുതി വെക്കരുത്. കുരിശിൽ തൂക്കപ്പെടുന്നവൻ ഏറ്റവും ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്നാണ് മോശ പറഞ്ഞിരിക്കുന്നത്. യാഹ്വേ മരത്തിൽ തൂങ്ങപ്പെട്ട് കിടക്കുകയെ, അത് പാടില്ല എന്നാണ് മഹാപുരോഹിതന്മാർ പീലാത്തോസിനെ പറഞ്ഞത്. ഹീബ്രുവിൻ്റെ ഷോർട്ട് ഫോം യാഹ്വേ എന്നാണ്. യാഹ്വേ. അപ്പം അത് ഹീബ്രു അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക യാഹ്വേ ആണെന്നുള്ളത്? അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഒറിജിനൽ രൂപങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ബൈബിള് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കില്ല. ഇനി ഈ ലേഖനത്തിലെ സൂരജത്തിൻ്റെ ലേഖനത്തിൽ മറ്റൊരു വാചകം എങ്ങനെയാണ്? സ്ഥാനത്തും അസ്ഥാനത്തും സുറിയാനി വാക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത നമ്മുടെ സഭയിൽ വർദ്ധിച്ചു വരുന്നു. ഇതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ ലേഖനത്തിൻ്റെ മൊത്തം അജണ്ട എന്ന് പറയുന്നത് ഇതൊരു അവർ പേടിപ്പിക്കുന്നു. എറണാകുളത്തിന് സുറിയാനി ഭാഷ പേടിയാണ്. പല കാരണങ്ങളുണ്ട്. എറണാകുളത്തിന് ഇത് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. കാരണം എന്താണ്? ഈ സുറിയാനി ഭാഷ പഠിക്കുന്ന കുറേ യുവാക്കളുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്നവരുണ്ട്. ചെറുപ്പക്കാർ എത്രയോ പേരാണ് ഞാൻ സുറിയാനി പണ്ട് സെമിനാരി പഠിച്ചതാണ്. പക്ഷെ ഇപ്പോൾ എത്രയോ പേരാണ് സുറിയാനിൽ എഴുതുകയാണ്, മെസ്സേജ് പോലും സുറിയാനിൽ. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ സുറിയാനി പഠിക്കുന്നു. അത് വളരെ നല്ല ട്രെൻഡാണ്. പക്ഷെ അതിനെ ഈ എറണാകുളം പേടിക്കുകയാണ്. സുറിയാനി വാക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത നമ്മുടെ സഭയിൽ വർദ്ധിച്ചു വരുന്നു, ഇത് അപകടമാണ് എന്നാണ് എറണാകുളം പറയുന്നത്. എന്താണോ എറണാകുളം എതിർത്തോണ്ടിരുന്നത് അത് പിടിമുറുക്കുകയാണ് സഭയിൽ. സുറിയാനി പാടില്ല, നമ്മൾ ബ്രാഹ്മണ്യം വേണം, ഓം നമശിവായ. അതാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ സ്വത്വബോധം. അതിനെ നശിപ്പിക്കുകയാണ് സുറിയാനി സ്വത്വബോധം. അതുകൊണ്ട് സുറിയാനി പടർന്നു പിടിക്കുന്നത് അപകടമാണെന്നാണ് എറണാകുളം പറയുന്നത്. ഇനി ഭാവിയിൽ മെത്രാമാരെ നിയമിക്കാനായിട്ട് ചിലപ്പോൾ സുറിയാനി അറിയുന്നവരെ ചിലപ്പോൾ മെത്രാമാരെ നിയമിച്ചേക്കാം. അതിന് സാധ്യതയുണ്ട്. ഞാൻ പല വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സുറിയാനി സഭയെ സ്നേഹിക്കുന്നവർ, സുറിയാനി അറിയുന്നവർ, സുറിയാനി പാരമ്പര്യങ്ങൾ സ്നേഹിക്കുന്നവർ വേണം മെത്രാമാരായിട്ട് വരാൻ. അത് ഉടനെയൊന്നും വന്നില്ലെങ്കിൽ പോലും ഈ അടുത്തൊരു തലമുറ വരുമ്പോഴേക്കും അതൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എറണാകുളത്തിനും അറിയാം. അത് പേടിയാണ്. എന്താണോ ഇവർ കൽദായ സുറിയാനിയാണ് ഇവർ എതിർത്തോണ്ടിരുന്നത്. ഇപ്പം ഈ കൽദായ സുറിയാനെ പഠിക്കാതെ മെത്രാനാകാൻ കഴിയില്ലെന്ന് വന്നാൽ അപ്പോൾ അത് വലിയ അപകടം പിടിച്ചൊരു അവസ്ഥയാണ്. തീർന്നില്ല, ഇപ്പം തന്നെ ഒരു അപകടത്തിലാണ്. എന്താ കാര്യം? കൽദായ സുറിയാനി കുർബാന, ഏകീകൃത കുർബാന ചത്താലും ചൊല്ലില്ല, പൗരോഹിത്യം ഉപേക്ഷിച്ചാലും ചൊല്ലില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഒരെണ്ണം ചൊല്ലാൻ നിർബന്ധിതരായിരിക്കുകയാണ്. സഭാസ്നേഹികൾ എന്ന് പറയുന്നവർ ഇല്ലേ, അവർ കളിയാക്കുന്നത് സഭാസ്നേഹികളായ മനുഷ്യർ, സിനഡോളികൾ എന്ന് അവർ കളിയാക്കുന്ന മനുഷ്യർ സമരം ചെയ്ത് അവസാനം ഗതികെട്ട് ഒരു കുർബാന, ഈ കൽദായ സുറിയാനി കുർബാന ചൊല്ലാൻ നിർബന്ധിതരായിരിക്കുന്നു. 167 പള്ളികളുള്ളൂ എന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത്ര പേര് ചൊല്ലുന്നുണ്ടല്ലോ ഒരു കുർബാന, ഓട സമയത്താണെങ്കിൽ പോലും. അത് ഈ സഭാസ്നേഹികൾ എന്ന് പറയുന്ന സിനഡോളികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന മനുഷ്യർ സമരം ചെയ്ത് നേടിയതാണ്. സമരം എന്ന് പറയുന്നത് ഞാൻ ഈ പുറത്തുള്ള സമരം മാത്രമല്ല, ഉപവാസവും പ്രാർത്ഥനയും ജാഗരണവുമായിട്ട് ഒരുപാട് തരത്തിലുള്ള ആത്മീയ യുദ്ധം ചെയ്തിട്ട് നേടിയതാണ് ഈ കൽദായ സുറിയാനി കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരെണ്ണം ഇപ്പോൾ. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ്റെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ എവിടെ പോയി എന്ന്. പ്ലാൻ എയും ബിയും ഒക്കെ ഉണ്ടായിരുന്നത് സിറിൽ വാസിൽ പിതാവിൻ്റെ കാലത്ത് രൂപപ്പെട്ടൊരു സംഗതിയാണ്. സിറിൽ വാസിൽ പിതാവിൻ്റെ ആ തീരുമാനത്തെ തന്നെ നമ്മുടെ മെത്രാൻ സെനഡ് അട്ടിമറിച്ചപ്പോൾ പ്ലാൻ എയും ബിയും ഒക്കെ ഇങ്ങനെ
താഴോട്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്ലാൻ സി ഓൾറെഡി നടപ്പിലായി കഴിഞ്ഞു. എന്താണ്? ഒരു കുർബാന കൽദായ സുറിയാനി കുർബാനയാണ് ഇപ്പോൾ എറണാകുളത്ത് നടക്കണേ. 3 മണിക്കോ 3:30ക്കോ എന്തെങ്കിലും ആവട്ടെ, ഏത് സമയത്താകട്ടെ. എന്തിനെയാണ് ഇവർ എതിർത്തുകൊണ്ടിരുന്നത്? കൽദായ സുറിയാനി കുർബാന ഇവർ എതിർത്തുകൊണ്ടിരുന്നു. അതിപ്പോൾ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു അപകടമല്ലേ? എന്തിനെയാണോ നഖശികാന്തം എതിർത്തത്, കെട്ടിത്തൂങ്ങി ചത്താലും ചൊല്ലില്ലെന്ന് പറഞ്ഞ എന്താണോ അത് ചൊല്ലേണ്ടി വരുന്നു. അപ്പൊ ഇനി സുറിയാനി ഭാഷയിൽ ചൊല്ലേണ്ടി വരും. സുറിയാനി അറിയുന്നവർ മെത്രാന്മാരായിട്ട് പറ്റുള്ളൂ. പുതിയ തലമുറയാണെങ്കിൽ സുറിയാനി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എറണാകുളം എന്തിനെയൊക്കെയാണോ എതിർത്തുകൊണ്ടിരുന്നത് അത് മുഴുവൻ അത് പിടിമുറുക്കുകയും, എതിർത്തോണ്ടിരുന്നത് അവരെതിർത്തോണ്ട് സുറിയാനിയാണ്. സുറിയാനി പിടിമുറുക്കുന്നു, എറണാകുളത്തിന് പിടി അഴയുന്നു. അത് അപകടമാണ്. മധുബഹയിൽ കയറി നിന്ന് പ്രതിജ്ഞ എടുത്തവരാണ് ഈ കുർബാന ചൊല്ലേണ്ടി വന്നാൽ കെട്ടിത്തൂങ്ങിച്ചാവുമെന്ന്, അല്ലെങ്കിൽ പൗരോഹിത്യം ഉപേക്ഷിക്കുമെന്ന്. ഞാനിങ്ങനെ കുറേ ആത്മഹത്യകളുണ്ടാകുന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എവിടെ? അവർ വാക്ക് പാലിക്കില്ല. കാരണം എന്താണ്? അവർക്കറിയാം ഈ സഭ വിട്ട് പോകാനും പറ്റില്ല, ഈ കുർബാന ചൊല്ലേണ്ടി വരും. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്തിനായിരുന്നു ഇവരുടെ ഇത്രയും കൊല്ലത്തെ ഇത്രയും നാടകങ്ങൾ, ഇത്രയും സമരമുറകൾ എന്തിനു വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? ഈ സഭയും മുഴുവൻ നാട്ടിച്ചത്. അതിന് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് ദൈവം കാരുണ്യവാനൊക്കെയാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തികൾക്കനുസരണം അവൻ ന്യായവിധി നടത്തുമെന്നല്ലേ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നതും വിശ്വാസ പ്രവൃത്തി ചൊല്ലുന്നതും അങ്ങനെയല്ലേ? ദുഷ്ടരെയും നല്ലവരെയും വിധിക്കാൻ അവൻ വരും, ന്യായം വിധിക്കാൻ വരും. ആ അന്ത്യദിനത്തിൽ മാത്രമാണോ അവൻ വരിക? കുർബാനയിലും അവൻ വരികയല്ലേ? ഇനി വളരെ പ്രധാനം, നമ്മൾ മുമ്പ് ആദ്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ സംഗതിയിലേക്ക് എത്തുകയാണ്. സുറിയാനി ഭാഷയിലല്ല, മറിച്ച് അരാമിയ ഭാഷയിലാണ് ഈശോ സംസാരിച്ചത് തന്നെ. ഈ സൂരജത്തിൻ്റെ ഒരു വാചകമാണ്. അരാമിയ ഭാഷയിലാണ് കർത്താവ് സംസാരിച്ചത്. എന്നാലും സൂരജച്ചോ, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെ വാക്യങ്ങളിൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ടൈറിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോയി. അവൻ അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. താൻ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവൻ മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. അശുദ്ധാത്മ ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു യവന സ്ത്രീയായിരുന്നു. സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു യവന സ്ത്രീ. സീറോ സുറിയാനി. ഈ സിറിയയിലൊരു പ്രദേശമായ ഒരു പട്ടണമാണ് ടയർ സീതോനൊക്കെ. ഇപ്പോഴത്തെ സിറിയയിൽ, ആ സിറിയയിൽ സംസാരിച്ചിരുന്ന ഭാഷയാണ് സുറിയാനി. ആ സുറിയാനി സംസാരിക്കുന്ന ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരി സ്ത്രീ, യവന സ്ത്രീ. ആ സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. സീറോ മലബാർ എന്ന് പറയുന്ന പോലെ തന്നെ സീറോ എന്ന് വെച്ചാൽ സുറിയാനി സംസാരിക്കുന്ന ഒരു സ്ത്രീ. ആ സുറിയാനി സംസാരിക്കുന്ന സ്ത്രീയോട് കർത്താവ് ഏത് ഭാഷയിൽ സംസാരിച്ചത്? ഒരു പക്ഷേ അവൾക്ക് അരാമി അറിയാമായിരിക്കാം, സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈശോ ഒരു ദ്വിഭാഷയെ ഉപയോഗിച്ചിരിക്കാം. ഈ അന്ത്രയോസ്, അതുപോലെ പീലിപ്പോസ്, അവരൊക്കെ യവനവൽക്കരിക്കപ്പെട്ട സ്ഥലത്തു നിന്നാണ്. ഗലീലി പ്രദേശത്ത്. കർത്താവ് അവിടെ തന്നെയാണ് വളർന്നത്. അപ്പോൾ ഒരു പക്ഷേ കർത്താവിന് തന്നെ പല ഭാഷകൾ അറിയാം. അല്ലെങ്കിൽ ഒരു ദ്വിഭാഷ ഉപയോഗിച്ചിരിക്കാം. ദ്വിഭാഷ, ഈ അന്ത്രയോസോ പീലിപ്പോസൊക്കെ ചിലപ്പോൾ ദ്വിഭാഷികളായിട്ട് വന്നിട്ടുണ്ടാകാം എന്ന് ചില സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഈശോ തന്നെയും സുറിയാനി ഭാഷ സംസാരിച്ചിരിക്കില്ലേ? സീറോ ഫിനിഷ്യൻ സ്ത്രീയോട്, സുറിയാനി ഭാഷ സംസാരിക്കുന്ന സ്ത്രീയോട് ഈശോ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? അരാമിയായിൽ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈശോ സംസാരിച്ചത് അരാമ്യ ഭാഷയിൽ മാത്രമാണ് എന്ന് സൂരജത്തിന് എങ്ങനെ പറയാൻ പറ്റും? ഈ സുറിയാനി സംസാരിക്കുന്ന സ്ത്രീയോട് ഈശോ സുറിയാനിയിലല്ല സംസാരിച്ചതെന്ന് അച്ഛന് തെളിയിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ സുറിയാനി ഭാഷയിലല്ല ഈശോ സംസാരിച്ചെന്ന് ഇങ്ങനെ കാറ്റഗോറിക്കലായിട്ട് പറയാൻ സൂരജത്തിന് എന്ത് തെളിവാണുള്ളത്? ബൈബിളാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു സുറിയാനി സംസാരിക്കുന്ന ഫിനീഷ്യൻ വംശജയായ ഒരു യവന സ്ത്രീ, ഗ്രീക്കുകാരി സ്ത്രീ. അപ്പോൾ കർത്താവ് സുറിയാനി ഭാഷ സംസാരിച്ചില്ല എന്ന് കട്ടായം പറയാൻ പറ്റില്ല. അരാമിയ ഭാഷയാണ് കർത്താവ് പൊതുവെ സംസാരിച്ചത്. പക്ഷെ സുറിയാനിയും കർത്താവ് സംസാരിച്ചിരിക്കാം. കാരണം സുറിയായിൽ പോകുന്നുണ്ട്, സുറിയാനി ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശത്ത് പോകുന്നുണ്ട്. ഇനി വീണ്ടും സൂരജത്തിൻ്റെ ഒരു വാചകം എങ്ങനെയാണ്? ബൈബിളിലെ ഈശോയുടെ ഭാഷയുടെ ലാളിത്യം മൂലമാണ് അദ്ദേഹം പ്രശസ്തനായത്. ബൈബിളിലെ ഈശോയുടെ ഭാഷയുടെ ലാളിത്യം മൂലമാണ് അദ്ദേഹം പ്രശസ്തനായത്. എന്തൊരു വിഡ്ഢിത്തമാണ് അച്ചോ എഴുതിൽ ചോദിച്ചിരിക്കുന്നത്.
ഈശോ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കാതെ വന്നപ്പോൾ സ്ലീഹന്മാർ ഈശോയുടെ സ്വകാര്യ സംഭാഷണത്തിൽ വിശദീകരണം ചോദിക്കുന്ന എത്രയോ രംഗങ്ങളുണ്ട്. മർക്കോസ് 4:10-13. അനന്തരം അവൻ തനിച്ചായപ്പോൾ 12 പേരും അവനോട് കൊണ്ടായിരുന്ന മറ്റുള്ളവരും ആ ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കെല്ലാം ഉപമകളിലൂടെയാണ്. പിന്നെ അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ മറ്റു ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കും? മർക്കോസ് 4:13. എന്നിട്ടാണ് പിന്നെ ഈ വിതക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനം കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ അത്ര ലളിതമായിരുന്നു ഈശോയുടെ ഭാഷ. ഏറ്റവും വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ് ഈശോയുടെ ഉപമകൾ. എന്തേ? അത് ഒരു കെണിയാണ്. കർത്താവിൻ്റെ ഉപമകൾ ഒരു കെണിയാണ്. പെട്ടെന്ന് അതിൽ ആകർഷിക്കപ്പെട്ട് അതിന് ഉത്തരം കൊടുത്താലേ അതിൻ്റെ അവസാനത്തെ വാചകം പൂർത്തിയാവുള്ളൂ. ഉപമകളെല്ലാം കെണികളാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഉപമകളാണ് വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസം. കാരണം ഓരോ ഉപമയും യേശുവിൻ്റെ തന്നെ ദൈവിക രഹസ്യമാണ്. അതത്ര എളുപ്പമല്ല. അപ്പം അത്ര ലളിതമൊന്നും ആയിരുന്നില്ല ഈശോയുടെ ഭാഷ. അതുകൊണ്ടാണ് ഇന്ന് ഈശോ പ്രശസ്തനായ എന്നൊന്നും എഴുതി വയ്ക്കരുത്. ഈ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്, വ്യാഖ്യാനമില്ലാതെ ബൈബിൾ എങ്ങനെ മനസ്സിലാകും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരുന്നത്. സ്ലീഹന്മാർ നടപടി പുസ്തകത്തിലുള്ള രംഗം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ ആ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിക്കുകയാണ്, വ്യാഖ്യാനിക്കത് എങ്ങനെ മനസ്സിലാകും? അപ്പം അത്ര ലളിതമല്ല. ഈ പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ പത്രോസ് പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ പൗലോസ് തന്നെയും തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് നിങ്ങൾക്ക് എഴുതിയതുപോലെ നമ്മുടെ കർത്താവിന് ദീർഘക്ഷമ രക്ഷയാണെന്ന് കരുതിക്കൊള്ളുവിൻ. ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. അവയിൽ മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങളുണ്ട്. അജ്ഞരും ചഞ്ചലചിത്തരുമായ ചിലർ മറ്റ് ലിഖിതങ്ങൾ പോലെ അവയും സ്വന്തം നാശത്തിനായി വളച്ചൊടിക്കുന്നു. പൗലോസിന്റെ ഭാഷ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണെന്നാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളിലെ ഭാഷ പ്രയാസമുള്ളതാണെന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പത്രോസ് പറയാണ്, അജ്ഞരും ചഞ്ചലചിത്തരുമായ ചിലർ മറ്റ് ലിഖിതങ്ങളെ പോലെ അവയും സ്വന്തം നാശത്തിനായി വളച്ചൊടിക്കുന്നു. ഇതാണ് സൂരജച്ചനും ചെയ്യണേ. ഈ സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ, അരാമിയ ഇതൊക്കെ വേണ്ടെന്ന് പറയാനായിട്ട് ഇല്ലേ അജ്ഞത നടിച്ചിട്ട് ഈ വചനങ്ങളെ ഈ ചഞ്ചലചിത്തരായ അച്ഛൻ വളച്ചൊടിക്കുകയാണ്. എന്തിനാ? സുറിയാനി ഭാഷ എതിർക്കാനായിട്ട്. അത് എറണാകുളത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് എതിരാകും എന്നതുകൊണ്ടാണ് എതിർക്കുന്നത്, അല്ലാതെ സത്യമായതുകൊണ്ടല്ല. ഇനി ഈ ലേഖനത്തെ തലക്കെട്ടെന്താണ്? ബാബേൽ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന മേസ്തിരിമാർ, സുറിയാനി മേസ്തിരിമാർ. അതിൻ്റെ ആ വചനത്തിലേക്ക് വരികയാണ് ഈ അച്ഛൻ്റെ ലേഖനത്തിൽ. തൻ്റെ സൃഷ്ടിയെ വൈവിധ്യത്തിൻ്റെ പാരമ്യത്തിൽ സംവിധാനം ചെയ്ത ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് വൈവിധ്യങ്ങൾക്ക് മേൽ ഐകരൂപ്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഏകഭാഷാ പദ്ധതിയുടെ ബാബേൽ ഗോപുരം. ഭാഷയുടെ വൈവിധ്യത്തെ പെന്തക്കൊസ്ത സംരംഭത്തിലൂടെ പരിശുദ്ധാത്മ മറികടക്കുന്നത് ഏകഭാഷ സൃഷ്ടിച്ചുകൊണ്ടല്ല എന്നത് മറക്കരുത്. ഏകഭാഷ ഫാസിസത്തെ ബാബേൽ തകർത്തുകൊണ്ട് ഇല്ലാതാക്കിയ ദൈവത്തിന്റെ ഗീതം ധിക്കരിച്ച് ബാബേൽ പുനർനിർമ്മിക്കാൻ ശ്രമിക്കരുത്. വലിയ താത്വികമായിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ലളിതമായിട്ട് എഴുതാം, പക്ഷെ വളരെ താത്വികമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഏകഭാഷ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയാണ്. അപ്പോൾ ഇനി ഏക റീത്ത് മതി എന്നും പറഞ്ഞ് നിങ്ങൾ വരില്ലല്ലോ. എറണാകുളം അങ്കമാലിക്കാർ മാർപ്പാപ്പയുടെ കുർബാന മതി എന്ന് നിങ്ങൾ ക്യാപ്സിൽ കൊടുത്തിട്ടില്ലേ ഈ കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ട്? അതിനി ഉണ്ടാവില്ലല്ലോ. ഏകഭാഷ ഫാസിസമാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഏക റീത്ത് വാദം അതും ഫാസിസമാകില്ലേ? മാർപ്പാപ്പയുടെ കുർബാന മതി എന്നും പറഞ്ഞ്. അപ്പോൾ ഏകഭാഷ ഫാസിസമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാർപ്പാപ്പയുടെ ഏക കുർബാനയും ഫാസിസമാകില്ലേ? അപ്പോൾ ഇനി മേലിൽ ഈ മാർപ്പാപ്പയുടെ കുർബാന മതി എന്ന് പറഞ്ഞ് ആ ഫാസിസം ഞങ്ങളോട് പറയാൻ വരരുത്. പോട്ടെ. ഇനി ബാബേൽ ഗോപുരം. എന്താണ് ബാബേൽ ഗോപുരം? അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സൂരജ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഭാഷയുടെ തൻ്റെ സൃഷ്ടിയെ വൈവിധ്യത്തിൻ്റെ പാരമ്യത്തിൽ സംവിധാനം ചെയ്ത ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് വൈവിധ്യങ്ങൾക്ക് മേൽ ഐകരൂപ്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഏകഭാഷാ പദ്ധതിയുടെ ബാബേൽ ഗോപുരം. അപ്പോൾ ഏകഭാഷ, ഒറ്റ ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ദൈവം അത് ചിതറിച്ചു കളഞ്ഞെന്നാണ്. അതായത് ഭാഷ ചിതറിച്ചു ദൈവം. അതിനെ വീണ്ടും ഏകഭാഷയിൽ കൊണ്ടുവന്നാൽ ദൈവം എന്തിനാണ് ചിതറിച്ചത്
അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിനെതിരെയാകുന്നുവെന്നാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അതാണോ ബാബേൽ ഗോപുര കഥ? ബാബേൽ ഗോപുര എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി 11 അധ്യായം 11. 10 അധ്യായം 5 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. 11 അധ്യായത്തിലാണ് ബാബേൽ ഗോപുര കഥ. അതിന് മുമ്പത്തെ അധ്യായമാണ് 10. ആ 10 അധ്യായം 5 വാക്യം ഒന്ന് വായിച്ചു നോക്കുക. യാഫത്തിന്റെ 10:5, ഉൽപ്പത്തി 10:5. യാഫത്തിന്റെ പിന്മുറക്കാരായ അവർ കുലങ്ങളായി പിരിഞ്ഞ് താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു. യാഫത്തിന്റെ പിന്മുറക്കാരായ അവർ കുലങ്ങളായി പിരിഞ്ഞ് താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു. ബാബേൽ ഗോപുരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ബാബേൽ ഗോപുര ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിവിധ ഭാഷകൾ ഉണ്ടായിരുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകം 10:5 11 അധ്യായത്തിലാണ് ബാബേൽ ഗോപുര കഥ. അപ്പൊ എഴുതിയ ആൾക്ക് തെറ്റിയതാണോ ഇങ്ങനെ ഈ ക്രമം തെറ്റിയാണത്? അല്ല. അപ്പോൾ ബാബേൽ ഗോപുര കഥ വിവിധ ഭാഷകൾ ഉണ്ടായതിന് ചരിത്രമല്ല. ബാബേൽ ഗോപുര കഥയ്ക്ക് മുമ്പാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത്. ബാബേൽ ഗോപുരത്തിന് മുമ്പും വിവിധ ഭാഷകളും വിവിധ ദേശരാഷ്ട്രങ്ങളും നിലനിന്നിരുന്നുവെന്ന് പഠിപ്പിക്കുകയാണത്. വാക്കുകൊണ്ട് അവയുടെ ഭൂപടങ്ങളും നമുക്ക് കാണിച്ചു തരിക. അങ്ങനെയെങ്കിൽ വിവിധ ഭാഷകൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെക്കുറിച്ചല്ല ബാബേൽ ഗോപുര കഥ. പിന്നെ എന്താണത്? അത് ഇപ്പോഴത്തെ എറണാകുളത്തെ സ്ഥിതിവിശേഷമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഒരേ ഭാഷ തന്നെ മനസ്സിലാകാതെ പോയ മനുഷ്യരെക്കുറിച്ചാണ് ബാബേൽ ഗോപുര കഥ. ഭാഷയെ ചിതറിച്ചതിനെ കുറിച്ചല്ല, ഒരേ ഭാഷ തന്നെ മനസ്സിലാകാതെ പോയ മനുഷ്യരെക്കുറിച്ചാണ്. അതെന്തുകൊണ്ട്? ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അപ്പനും അമ്മയും പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഭാഷയൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ മനസ്സിലാകാതെ പോകുന്നു. മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. എറണാകുളത്തിന് സീറോ മലബാർ സഭയുടെ ഭാഷ മനസ്സിലാകുന്നില്ല. എന്തേ? കൽദായ സുറിയാനി സഭയുടെ ഭാഷ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും അൽമായി മുന്നേറ്റക്കാർക്കും മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരമാണ് ബാബേൽ ഗോപുര കഥ. ഒരേ ഭാഷ തന്നെ മനസ്സിലാകാതെ പോയ മനുഷ്യരെക്കുറിച്ചാണ് ബാബേൽ ഗോപുരം. അല്ലാതെ വിവിധ ഭാഷകൾ ഭാഷകൾ ഉണ്ടായതിനെ കുറിച്ചല്ല. കാരണം ബാബേൽ ഗോപുര സംഭവത്തിന് മുമ്പ് തന്നെ വിവിധ ഭാഷകൾ ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി 10:5 വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബാബേൽ ഗോപുര കഥ? അതിന് ഇന്നത്തെ എറണാകുളവുമായിട്ട് എന്ത് ബന്ധം? അതൊന്ന് വിശദമായിട്ട് കാണാം. ഒന്ന്, ജനതകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിന്നിച്ചിതറുന്നു. വൈവിധ്യമാർന്ന ഭാഷകൾ ലോകത്തുണ്ടാകുന്നു. ഇല്ലേ? ഉൽപ്പത്തി 11:9. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? എങ്ങനെയാണെന്ന് ബാബേൽ ഗോപുര സംഭവം ചിത്രീകരിക്കുന്നതാണ് പ്രഥമ വായനയിൽ, ഒന്നാമത്തെ വായനയിൽ തോന്നുക. പക്ഷെ അതല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരേ ഭാഷ തന്നെ മനസ്സിലാകാതെ പോയതിൻ്റെ കഥയാണിത്. അല്ലാതെ ഇങ്ങനെ ചിതറിക്കപ്പെട്ട് ഭാഷയിൽ ചിതറിക്കപ്പെട്ടതിൻ്റെ കഥയല്ല. പക്ഷെ അങ്ങനെയാണ് എന്ന് തോന്നും ആദ്യ വായനയിൽ. ഇച്ചിരി ആഴത്തിലേക്ക് പോയാൽ ശരിക്കുള്ള കഥ മനസ്സിലാകും. 3000-ലധികം ഭാഷകളുണ്ട് ഇപ്പോൾ ലോകത്ത്. പരിണാമ സിദ്ധാന്തത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത സങ്കീർണമായ സംഗതികളിലൊന്നാണ് എന്തുകൊണ്ട് വിവിധ ഭാഷകൾ. അപ്പോൾ അതിന് ഉത്തരം ഉൽപ്പത്തി 10:5 പറഞ്ഞു. കൃത്യമുത്തരമല്ല, ഇങ്ങനെ ലോകത്ത് വിവിധ ഭാഷകളുണ്ട്. അത് ബാബേൽ ഗോപുര സംഭവം കൊണ്ട് ഉണ്ടായതല്ല, അതിനു മുമ്പ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാബേൽ ഗോപുരം പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന സംഗതി ഇതാണ്: മനുഷ്യർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ തുടങ്ങി. അത് അവരിൽ ലോകം മുഴുവൻ കാൽ കീഴിലാക്കാനുള്ള അതിമോഹം ജനിപ്പിച്ചു. ദൈവം ഓരോ ജനതയ്ക്കും നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തേക്ക് പോകാതെ ലോകം മുഴുവൻ ഒരൊറ്റ ദേശരാഷ്ട്രമാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഇപ്പോൾ മനസ്സിലാകും. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ്? ലോകം മുഴുവൻ ഇസ്ലാമിക സ്റ്റേറ്റ്. അതുപോലെ ലോകം മുഴുവൻ ഒരൊറ്റ ദേശരാഷ്ട്രമാകാനായിട്ട് ഈ മനുഷ്യർ തീരുമാനിക്കുകയാണ്. ബാബേൽ ഗോപുരത്തിൻ്റെ കഥ നടക്കുന്നത് ഇറാഖ്, ഇറാൻ സ്ഥലത്താണ്, കുവൈറ്റിലൊക്കെ. ആ ഏരിയയാണ് ഈ ബാബേൽ ഗോപുരത്തിൻ്റെ ഏരിയ. ബാബിലോൺ എന്ന വാക്ക് വരുന്നത് അവിടെയാണ്. അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു, ഇല്ലേ, സമ്പത്തായി. അപ്പോൾ ലോകം മുഴുവൻ ഒരൊറ്റ ദേശരാഷ്ട്രമാക്കുക എന്നൊരു ചിന്ത വന്നു, ഒരു പ്രലോഭനം. ദൈവം അങ്ങനെയല്ല നിശ്ചയിച്ചിരിക്കുന്നത്. പല രാജ്യത്തേക്ക് പോകണമെന്നാണ് ദൈവം നിശ്ചയിച്ചാണ്. പക്ഷെ പല രാജ്യത്തേക്ക് പോകാതെ ഒരൊറ്റ സ്ഥലത്ത് ഇങ്ങനെ കുറ്റിയടിച്ച് ദേശരാഷ്ട്രമാകുക, അങ്ങനെയുള്ള ഒരു ഒറ്റ ദേശരാഷ്ട്രമാകാനുള്ള ഒരു അതിമോഹം മനുഷ്യനുണ്ടായി. ഇപ്പം നമ്മൾ ഈ ആഗോളവൽക്കരണം നമുക്ക് പറയില്ലോ, അതിൻ്റെ ഒരു പ്രാക്രൂപം, ഒരു പൂർവ്വരൂപമാണ്. രാഷ്ട്രീയ അധികാരത്തിൻ്റെ മോഹങ്ങൾക്ക് ആകാശം പോലും അതിരല്ല. ഈ ലോകത്ത് തന്നെ സമത്വസുന്ദരമായ രാജ്യം നിർമ്മിക്കാൻ സാധിച്ചാൽ പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ ആവശ്യമെന്ത്? സ്വർഗത്തിൻ്റെ ആവശ്യമെന്ത്? ദൈവത്തിൻ്റെ ആവശ്യമെന്ത്?
ഇതിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായത്. അപ്പോൾ കളിമണ്ണ് കൊണ്ട് ഉള്ള ഇഷ്ടിക ഉപയോഗിച്ച് ആകാശചുംബികളായ കെട്ടിടങ്ങൾ പണിയുന്നതിലൂടെ മനുഷ്യന്റെ അഹന്ത പുതിയ കൊടുമുടികൾ കയറുകയാണ്. ദൈവം അവരെ ഒരു വിധി ന്യായത്തിന് വിധേയമാക്കുകയാണ്. ഇരട്ടച്ചങ്കന്മാരായ മനുഷ്യരുടെ മണ്ടത്തരങ്ങൾ പണിതീരാത്ത വീടുകളായി അവശേഷിക്കുന്നുവെന്നാണ് ഈ കഥയിലൂടെ, ഈ സംഭവത്തിലൂടെ ബൈബിൾ പഠിപ്പിക്കുന്നത്. എല്ലാം താറുമാറായി കിടക്കുന്നു. പണ്ടും ഇപ്പോഴും ദൈവം ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. അത് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് പ്രശ്നം. സങ്കീർത്തനം 127:1 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് എന്ന് പഠിപ്പിക്കുകയാണ് കാര്യം. അതായത് അതിമോഹങ്ങൾ ഇങ്ങനെ കൂടുകയാണ് ഇല്ലേ. എല്ലാം എൻ്റെ ചൊൽപ്പടിയിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ ആക്കുമെന്ന് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ലേ. ഞാൻ 50% തീരുവ, ഈ തീരുവ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം അത് കൊള്ളൂല്ല. അങ്ങനെയല്ലാതെ ചെയ്യാൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. അത് ഉപയോഗിക്കാതെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ എല്ലാം താറുമാറായി കിടക്കും. അത് അവിടെ മാത്രമല്ല, എവിടെയും അങ്ങനെയുള്ള ഈ ഇരട്ടച്ചങ്കനോ മുച്ചങ്കനോ എത്ര ചങ്കുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായോ? ഈ ബാബേൽ ഗോപുരം എന്നുള്ള ആ കഥയോട് ചേർത്ത് വായിക്കേണ്ടതാണ് ബാബേൽ നഗരത്തിൻ്റെ കഥ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു നഗരവും നഗരത്തിൽ ഗോപുരവും പണിയാനാണ്. ആദ്യം നഗരമധ്യത്തിൽ ഗോപുരം. ഗോപുരം എന്നുള്ള ഉപയോഗിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ സിഗുറാറ്റ് എന്നാണ്. സിഗുറാറ്റ് ക്ഷേത്ര ഗോപുരം, പള്ളിയുടെ മുഖവാരം എന്നൊക്കെ പറയില്ലേ, അതിനുപയോഗിക്കുന്ന വാക്ക്. അതായത് ആകാശം വരെ മുട്ടുന്ന ഗോപുരം പണിയുന്നത് എവിടെയാണ്? നഗരമധ്യത്തിൽ. അർബനൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു നഗരവൽക്കരണം അല്ലെങ്കിൽ ഒരു ആഗോളവൽക്കരണം, അങ്ങനെ അത് രാഷ്ട്രീയ കൗശലമാണ്. ആ രാഷ്ട്രീയ കൗശലത്തിൻ്റെ ഒത്ത നടുക്ക് മതത്തിൻ്റെ കൗശലം, ക്ഷേത്രഗോപുരം. ക്ഷേത്രഗോപുരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആകാശം വരെ മുട്ടുക. അവിടെ മുട്ടിയാൽ എന്താ ഗുണം? കോളനിവൽക്കരിക്കുക. അത് ദൈവത്തെ സ്വർഗത്തിൽ നിന്നും ഉന്തി പുറത്താക്കി സ്വർഗത്തെ പോലും കോളനിവൽക്കരിക്കുക. ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് പോകുക, ചൊവ്വയിലേക്ക് പോകുക, അവിടെ കോളനി സ്ഥാപിക്കാനൊക്കെ പറയില്ലേ. ഇതുപോലെ സ്വർഗത്തോളം പോയിട്ട് സ്വർഗത്തെ കോളനിവൽക്കരിക്കുക. സ്വർഗത്തിൽ നിന്നും ദൈവത്തെ തന്നെ തള്ളി മാറ്റുക. ദൈവമില്ലാതെ സ്വർഗത്തിലെത്തുക. ബുദ്ധമതത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. നിർമ്മാണം പ്രാപിക്കുക. ദൈവമില്ല. ബുദ്ധമതത്തിൽ ദൈവമില്ല, പക്ഷെ നിർമ്മാണമുണ്ട്. സ്വർഗത്തിലെത്തി നിർമ്മാണം പ്രാപിക്കാം, പക്ഷെ ദൈവമില്ല. നിരീശ്വര മതം എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു സംസ്കൃതിയുടെ മേലും മറ്റൊരു സംസ്കൃതി കുതിര കയറി നശിപ്പിക്കുക, അങ്ങനെയുള്ള ഇത്തരം ചിന്തകൾ, ഈ നഗരവൽക്കരണവും അതിന് നടുക്ക് മതവൽക്കരണവും, ഇതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ അരികു പറ്റി മതം തഴച്ചു വളരുക. ഇപ്പം നമുക്കത് ഇപ്പം അറിയാലോ, നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന രംഗവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് മതം രാഷ്ട്രീയത്തിൻ്റെ അരികു പറ്റി ഇങ്ങനെ തഴച്ചു വളരാൻ ശ്രമിക്കുന്നതെന്ന്. അത് എപ്പോഴും നമ്മൾ കാണുന്ന സംഗതിയാണ്. നഗരവൽക്കരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ കൗശലം, ഗോപുരം പണി എന്ന് വെച്ചാൽ മതത്തിൻ്റെ കൗശലം. രാഷ്ട്രീയ കൗശലവും മതത്തിൻ്റെ കൗശലവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി. അത് അങ്ങനത്തെ ഒരു നാഗരികത കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുകയാണ്, പണക്കൊഴുപ്പിൻ്റെ നാഗരികത. ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത്, പണക്കൊഴുപ്പിൻ്റെ നാഗരികത. എന്നാൽ ദൈവം അവരുടെ പദ്ധതി അട്ടിമറിക്കുന്നു, അവരെ ഭൂമുഖത്തക ചിതറിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും ശരിയായ ഐക്യം ഉണ്ടാവുകയില്ലെന്ന് പഠിപ്പിക്കണം. ഈ സൂരജച്ചൻ പറഞ്ഞില്ലേ, ഐക്യത ഉണ്ടാക്കാനായിട്ട് സൊറിയാനൊന്നും വേണ്ട, ഈ ലാളിത്യം മതി എന്നൊക്കെ. ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദൈവമില്ലാതെ, ദൈവമെന്ന ആ ഒരു കേന്ദ്രമില്ലാതെ ഐക്യത ഉണ്ടാകില്ല. ഇതാണ് ഈ ബാബേൽ ഗോപുര കഥയുടെ പൊതുവായ ചിത്രം. സ്വർഗം വരെ മുട്ടുന്ന ഗോപുരം പണിതാൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ദൈവത്തിന് ആവശ്യമില്ല എന്ന് കരുതുന്നവരുടെ അഹങ്കാരത്തിൻ്റെ തലയ്ക്കാണ് കർത്താവ് കൊട്ടിയത്. ദൈവത്തെ മാറ്റി നിർത്താനും സ്വർഗത്തെ കോളനിവൽക്കരിക്കാനുള്ള മനുഷ്യന്റെ പണക്കൊഴുപ്പിന്റെ ശ്രമം, അത് കർത്താവ് ആ പദ്ധതി തകർക്കുകയാണ്. എറണാകുളത്തെ പദ്ധതിയും തകർക്കും. ഇനി അതിലത്തെ ചില പ്രധാനപ്പെട്ട ചില വാക്കുകൾ നോക്കാം. ഷീനാറിൽ ഒരു സമതല പ്രദേശം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഫലഭൂഷ്ടമാക്കിയ സമതല പ്രദേശം ബാബിലോണിയ എന്ന് പറയും. അതായത് 2 നദികൾക്കിടയിലുള്ള സ്ഥലം. മെസപ്പൊട്ടോമിയ, പൊട്ടാമോസ് വെള്ളം, മെസോഞ്ചൽ ഇൻ ദ മിഡിൽ ഓഫ് 2 വാട്ടേഴ്സ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അതിനിടയിലുള്ള സ്ഥലമാണ് ഈ ബാബിലോണിയ എന്ന് പറഞ്ഞ സ്ഥലം. അവർ ഇഷ്ടിക ഉണ്ടാക്കി, ചൂളയിൽ ചുട്ടെടുത്ത് ഇഷ്ടിക ഉപയോഗിച്ചാണ് മെസപ്പൊട്ടോമിയയിലെ
പുരാതന സ്മാരക സൗധങ്ങളൊക്കെ പണിയപ്പെട്ടിട്ടുള്ളത്. ഈ പണിതീരാത്ത ബിൽഡിങ്സ് ഇപ്പോഴും ഇവിടെ കാണാം. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ അവർ കുമ്മായം ഉപയോഗിക്കാൻ തുടങ്ങി. പ്രകൃതിദത്തമായി കീല് ടാറ് ആണ് ഇത്. കല്ലോ ചെങ്കല്ലോ വെട്ടുകല്ലോ യോജിപ്പിച്ച് കെട്ടിടം പണിഞ്ഞതിന് കുമ്മായം ഉപയോഗിച്ചിരുന്നു. മനുഷ്യനും അവൻ്റെ ശാസ്ത്രവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നു. ഫലത്തിൽ മിക്കപ്പോഴും മനുഷ്യനെതിരെ പ്രയോഗിക്കുന്നതായിട്ടാണ് വരുന്നത്. അതാണ് അനുഭവം. ശാസ്ത്രം ഓരോന്ന് കണ്ടുപിടിക്കുകയും മനുഷ്യർ അതനുസരിച്ച് മാറി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയും ദൈവവും ഊറിച്ചിരിക്കുന്നുണ്ടാവും. കാരണം എന്താ? മണ്ടത്തരങ്ങൾ കണ്ടിട്ട്. നമ്മൾ ഇല്ലേ ഇപ്പം നമ്മളെല്ലാം കീഴ്പ്പെടുത്തും വിചാരിച്ച് വരികയാണ്. അപ്പോൾ അറിയപ്പെടാത്ത രോഗങ്ങൾ അല്ലേ, പകുതിയിലധികം ആയുസ് രോഗമായിട്ട് അങ്ങനെ പോകുന്നു. നമ്മൾ പണ്ട് എത്ര പേര് ഡോക്ടർമാരെ കാണാൻ പോയിരുന്നു? നമ്മുടെ ചെറുപ്പത്തിൽ വൈദ്യരെ കാണാൻ പോയിരുന്നു. ഇപ്പം വൈദ്യരുടെ അടുത്ത് തിരിച്ചു വരാൻ നേരമില്ല. അതാണ് കേരള മോഡൽ എന്ന് നമ്മൾ പറഞ്ഞ് നടക്കും ചെയ്യും. 4-ാമത്തെ വാക്യത്തിൽ പറയാണ് 11:4 പ്രശസ്തി നിലനിർത്താം. മനുഷ്യന്റെ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിനും ദൈവത്തെ മനുഷ്യജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനുമായി സമൂഹത്തിൻ്റെയും ദേശരാഷ്ട്രത്തിൻ്റെയും ശക്തികൾ ഒരുമിക്കുന്നു. സാമൂഹ്യ സുരക്ഷിതത്വം നൽകുന്ന സർക്കാരുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് ചില സംസ്കൃതികൾ ചോദിക്കുന്നു. പാപം വ്യക്തികളെ മാത്രമല്ല സമുദായത്തെ ആകമാനം ബാധിക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. ഇന്ന് മാത്രം കാണുന്ന ഒരു അവസ്ഥയല്ല ഇത്. അത്തരം മൗഢ്യത്തെ ദൈവം നശിപ്പിക്കുമെന്ന് ചരിത്രം പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ബിൽഗേറ്റ്സ് എന്താ പറഞ്ഞത്? ഒരു 25 വർഷത്തെ അല്ലെങ്കിൽ 50 വർഷത്തെ അധ്വാനം, മനുഷ്യൻ്റെ അധ്വാനം 25 മാസങ്ങൾ കൊണ്ട് ദൈവം ഇല്ലാണ്ടാക്കി. നമ്മുടെ അഹങ്കാരത്തിട്ടൊരു കൊട്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മളെ നശിക്കുന്നതിൽ ദൈവം ആനന്ദിക്കുകയാണോ? അല്ല. പക്ഷെ നമ്മുടെ അഹങ്കാരത്തിനൊരു അതിര് വെച്ചില്ലെങ്കിൽ ഭൂലോകം തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ദൈവം ചിലപ്പോൾ ചില ശിക്ഷകൾ നൽകുകയാണ്. ബാബേൽ ഗോപുരം നിർമ്മിച്ചവർക്ക് അവരുടെ പ്രശസ്തി നിലനിർത്താനായോ? പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയാണ് ഗോപുരം കെട്ടാൻ തുടങ്ങിയത്. വേൾഡ് ട്രേഡ് സെന്റർ പണിതവർക്ക് അവരുടെ പേര് നിലനിർത്താൻ കഴിഞ്ഞോ? എന്നിട്ട് പാഠം പഠിക്കാൻ ഈശ്വരവിശ്വാസികൾ പോലും തയ്യാറല്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് പ്രപഞ്ചത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും കടിഞ്ഞാണെന്ന് വിച്ഛേദിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും പ്രശ്നമുണ്ട്, വിശ്വാസികൾക്ക് പ്രശ്നമുണ്ട്. സിനഡെന്ന് തീരുമാനിക്കാവോ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാൻ പോയ പോലെയാണ് അവർ ചോദിക്കുന്നത്. ഇന്നലെ ഒരു മെത്രാൻ എന്നെ വിളിച്ച് മെത്രാപോലെ തന്നെ വിളിച്ച് പറയാണ്, മാണിപ്പറമ്പളച്ച നിരാശപ്പെടരുത്, അച്ഛൻ വിചാരിച്ച പോലെയൊന്നും തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിരാശപ്പെടരുത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വ്യക്തിപരമായ കാര്യമൊന്നുമല്ല ഞാൻ നിരാശപ്പെടാൻ. എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമാരുടെ വേദനയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് നടക്കാനായിട്ട് മെത്രാന്മാർക്ക് കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ചങ്കിലെ വേദന അത് ഭയങ്കരമാണ്. നിരാശയൊന്നുമില്ല, പക്ഷെ ആ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണക്കാരായ വിശ്വാസികൾ കർത്താവ് അവർക്ക് കൽപ്പിച്ച് നൽകിയ കുർബാന സഭയെ കൽപ്പിച്ച് നൽകിയ രൂപത്തിൽ കിട്ടാൻ കൊതിക്കുന്ന മനുഷ്യർ അത് കിട്ടാത്തതിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയാണ്, അച്ഛന്മാരവരെ പീഡിപ്പിക്കുകയാണ്. ആ വേദന തിരിച്ചറിയാൻ മെത്രാൻ സെനറ്റിന് കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒക്കെ ചുരുക്കം. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവരുടെ വേദനയോടൊപ്പം ഞാൻ വേദനിക്കും, നിരാശപ്പെടില്ല. പക്ഷേ സത്യവിശ്വാസികൾക്ക് നിരാശയുണ്ട്. എന്താണ് കാര്യം? കർത്താവിൻ്റെ കയ്യിലല്ല കടിഞ്ഞാൻ, വേറെ ഏതോ മെത്രാൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ബാബേൽ ഗോപുരം പണിതവരുടെ ബാബേൽ ഗോപുരം പണിത ആ മനുഷ്യരുടെ വികാരമുള്ള ചില മെത്രാന്മാരുണ്ട്. എൻ്റെ കയ്യിലാണ് എല്ലാ അധികാരം എന്ന് വിചാരിക്കുന്നത്. ആകാശം വരെ മുട്ടുന്ന ഗോപുരം പണിയാൻ എനിക്ക് പറ്റും, ഞാൻ വിചാരിച്ചാൽ എറണാകുളത്ത് എന്തും നടക്കും എന്ന് വിചാരിക്കുന്ന മെത്രാനുണ്ടാകാം. അപ്പോഴും കർത്താവിൻ്റെ കൈകൾ തന്നെയാണ് കടിഞ്ഞാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർക്കാണ് ശരിക്കുള്ള വിശ്വാസമുള്ളത്. ആ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ബാബേൽ ഗോപുരം നിർമ്മാതാക്കൾക്ക് പേരും പ്രശസ്തി നിലനിർത്താനായില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിളി കേട്ട് ബാബേൽ നഗരത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ പേരും പ്രശസ്തിയും ഇന്നും നിലനിൽക്കുന്നു. ആ നാട്ടിൽ നിന്നാണ് അബ്രഹാത്തിനെ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞത്. ഈ ബാബേൽ നഗരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കഥയാണ് നമുക്ക് ദൈവവചനം മാറിയിരിക്കുന്നത്. അബ്രഹാമിൻ്റെ കഥ. അബ്രഹാമിൻ്റെ മുൻഗാമിയായ ഷേമിനെ അനുഗ്രഹിച്ചപ്പോൾ തന്നെ ഈ കീർത്തിയുടെ പെരുമ ആരംഭിച്ചിരുന്നു. കാരണം ഷേം എന്ന വാക്കിന് നാമം, പേര് എന്നാണ് അർത്ഥം. മാത്രമല്ല ബാബേൽ ഗോപുര കഥയുടെ മുമ്പും പിമ്പും ഷേമിൻ്റെ വംശാവലി അവതരിപ്പിക്കുന്നു. ഷേം എന്ന് പറഞ്ഞാൽ നാമം നിലനിർത്തും. ആരുടെ? അബ്രഹാമിൻ്റെ. അല്ലാണ്ട് ബാബേൽ ഗോപുരത്തിൻ്റെ നാമമല്ല, പ്രശസ്തിയല്ല നിലനിൽക്കുക. പ്രശസ്തി നിലനിർത്താൻ വേണ്ടി നമ്മളൊരു നഗരവും ഗോപുരം പണിതില്ലെങ്കിൽ നമ്മൾ ഭൂമുക്താകെ ചിന്നിച്ചിതറിപ്പോകുമെന്നാണ് അവർ പേടിച്ചത്. എന്ത് തടയാനാണോ അവർ നഗരവും ഗോപുരവും നിർമ്മിച്ചത്, ആ ദുരന്തം തന്നെയാണ് അവർ നേരിടാൻ പോകുന്നത്. ചിതറിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് ഗോപുരം പണിയാൻ തുടങ്ങിയത്.
എന്നിട്ട് ചിതറി പോകുകയാണ് ഉണ്ടായത്. ദൈവത്തെ കൂടാതെയുള്ള ഏത് പരിശ്രമവും കലാശിക്കുന്നത് ഇത്തരം ദുരന്തങ്ങളിലാണ്. വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയാനാണ് ദൈവം കൽപ്പിച്ചത്. അതിന് പകരം എങ്ങും പോകാതെ ചിന്നിച്ചിതറാതെ ഒരിടത്ത് തന്നെ തമ്പടിക്കാനാണ് ബാബേൽ നഗര നിർമ്മാതാക്കൾ ശ്രമിച്ചത്. ആ ശ്രമം പാളി. പിന്നീട് അബ്രഹാം ദൈവം നിശ്ചയിച്ച് തന്ന സ്ഥലത്തേക്ക് പോകാനായി സ്വന്തം നാട് ഉപേക്ഷിക്കുകയാണ്, പ്രവാസിയാകുകയാണ്. ഇപ്പം എന്താണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കണേ? ഒറ്റക്കെട്ട്. എന്തിനാ? ദൈവത്തെ എതിർക്കാൻ, കുർബാനയെ എതിർക്കാൻ, സഭയെ എതിർക്കാൻ, മാർപ്പാപ്പയെ എതിർക്കാൻ. ദൈവത്തെ എതിർക്കാൻ, ദൈവത്തിന്റെ മാർപ്പാപ്പയെ എതിർക്കാൻ, സഭയെ എതിർക്കാൻ ഒറ്റക്കെട്ട്. ഇതല്ലേ ഇല്ലേ? ചിതറിപ്പോകാതിരിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം. വിമത വൈദികരെ ഒറ്റക്കെട്ടായി നിൽക്കണം, അല്ലെങ്കിൽ ചിതറിപ്പോകും നമ്മൾ. അവരെന്താണോ ഈ അഹന്തയിൽ ധാർഷ്ട്യത്തിൽ അവർ തീരുമാനിക്കുന്നത് അത് തന്നെ അവർക്ക് സംഭവിക്കും, ചിതറിപ്പോകും. കാരണം ദൈവം ചിതറിക്കും അവരെ. ദൈവത്തിന്റെ സമയത്തിന് നമ്മൾ കാത്തിരിക്കണം. അത് നമ്മൾക്ക് വേണ്ട സഹനശീലം, പ്രത്യാശ. ഈ ബൈബിൾ ഭയങ്കര രസമാണ്. പ്രത്യാശ എന്ന് പറയുന്ന പ്രത്യാശ പ്രയോഗത്തിൽ വരുമ്പോൾ സഹനശീലമാണ്. എൻഡ്യൂറൻസ്, ക്ഷമാശീലം, സഹനശീലം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ സഹനശീലമാണ്. പ്രത്യാശ ലക്ഷ്യമാണ്, സഹനശീലമാണ് അനുദിനം വേണ്ടത്. അപ്പോൾ നമ്മൾ സഹനശീലം പരിശീലിക്കണം. അത് നമുക്കുള്ള ട്രെയിനിങ് ആണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദൈവം ഈ ഒറ്റക്കെട്ടായ വിമത ശക്തിയെ ബാബേൽ ഗോപുരത്തെ തകർക്കുന്ന നിമിഷത്തെ കാണാൻ, അത് കാത്തിരുന്ന് കാണാനുള്ള ക്ഷമ, സഹനശീലം നമ്മൾ ശീലിക്കണം, വിശ്വാസികൾ. ഇനി രസകരമായ വചനമുണ്ട് അവിടെ, ഉൽപ്പത്തി 11:5. ഈ മനുഷ്യരെ എന്തോ ഉണ്ടാക്കേണ്ട കാണാൻ ദൈവം ഇറങ്ങി വന്നു എന്നാണ് കഥാരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഭയങ്കര രസമാണ് ആ കഥ, അല്ലേ? സ്വർഗം വരെ എത്തുന്ന ഗോപുരം നിർമ്മിക്കാനാണ് അവർ തുടങ്ങിയത്. സ്വർഗം വരെ എത്തുന്ന, അത് ദൈവം വസിക്കുന്ന ഇടമായ സ്വർഗം വരെ എത്തുന്ന ഗോപുരം. എന്നിട്ടും മനുഷ്യർ നിർമ്മിച്ച ഗോപുരം കാണാൻ ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വന്നു. എന്ന് വെച്ചാൽ മനുഷ്യരുടെ പ്രയത്നം എത്ര ബുദ്ധിമോശമാണ്. സ്വർഗം വരെ മുട്ടുന്നൊരു ഗോപുരം പണിതിട്ട് അത് കാണാൻ ദൈവം ഇറങ്ങി വരേണ്ടി വന്നു. അപ്പം അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സ്വർഗം വരെ ഉയർന്ന പറക്കാനുള്ള ചിറകുകൾ മനുഷ്യനില്ല. അപ്പോൾ ദൈവം തന്നെ തരണം. അതുകൊണ്ടാണ് ഒരു ദൈവിക രക്ഷകൻ മനുഷ്യവംശത്തിന് ആവശ്യമായിരിക്കുന്നത്. നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ നമുക്ക് സ്വയം ഗോപുരം കെട്ടി പോകാൻ പറ്റില്ല. കർത്താവ് വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം. സ്വർഗത്തിൽ നിന്നിറങ്ങിയവൻ കൂട്ടിക്കൊണ്ടു പോയാലേ സ്വർഗം വരെ എത്താൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് ഒരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നത്. ദൈവം പറയാണ് ഈ ബാബേൽ ഗോപുര കഥയിൽ, വരൂ നമുക്ക് ഇറങ്ങിച്ചെന്ന്, വരൂ നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്നാണ് മനുഷ്യർ പറഞ്ഞത്. നമുക്കൊരു നഗരവും ആകാശവരെ മുട്ടും ഗോപുരവും പണിയാം, അങ്ങനെ നമുക്ക് പ്രശ്നത്തെ നിലനിർത്താം. ഇതാണ് വലിയ വീമ്പ് പറച്ചിലുകൾ നടത്തി, വൻപ് പറച്ചിലുകൾ നടത്തിയിട്ട് മനുഷ്യൻ തുടങ്ങിയത്. വരൂ നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം, നമുക്കൊരു നഗരവും ആകാശം വരെ മുട്ടുന്ന ഒരു ക്ഷേത്ര ഗോപുരവും പണിയാം, അങ്ങനെ നമുക്ക് പ്രശ്നത്തെ നിലനിർത്താം. അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ദൈവം പറയുന്നത്, വരൂ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചിതറിക്കാം, ഭാഷ ചിതറിക്കാം. ഭാഷ ചിതറിക്കുക എന്ന് പറഞ്ഞാൽ പല ഭാഷകൾ ഉൽപ്പാദിപ്പിക്കാന്നല്ല, ഒരേ ഭാഷ തന്നെ മനസ്സിലാകാതെ വരിക, അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ബാബേൽ. ബാബിലോൺ, ബാബിലോണിയ എന്ന വാക്കിന് ദൈവത്തെങ്കിലേക്കുള്ള കവാടം എന്നാണ് ശരിക്കുള്ള അർത്ഥം. പൗരാണിക ബാബിലോണിയയിലെ ഭാഷയായിരുന്നു അക്കാഡിയൻ ഭാഷ. ആ ഭാഷയിൽ ബാബ് ഇലി, അതിൽ നിന്നാണ് ബാബേൽ. ദൈവത്തിൻ്റെ ഗോപുര ദ്വാരം, ദൈവഭവനത്തിൻ്റെ പടിവാല എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. എന്നാൽ ഹീബ്രു ഭാഷയിൽ ബലാൽ എന്ന വാക്കിനോട് സാദൃശ്യമാണിത്. ബാബ് ഇലി എന്നുള്ളത് ബലാൽ എന്ന വാക്കിനോട് സാദൃശ്യമുണ്ട്. അപ്പോൾ ബലാൽ എന്ന വാക്കിന് വിഭ്രാന്തി, കുഴപ്പം, ആശയക്കുഴപ്പം, കൂട്ടിക്കുഴക്കൽ എന്നൊക്കെയാണ് അതിനുള്ള അർത്ഥം. ബാബേലിനെ ബലാലായി ചിത്രീകരിക്കുകയാണ് ബൈബിള്. ബാബേലിനെ, അതായത് ദൈവത്തിൻ്റെ കവാടം, ദൈവഭവനത്തിൻ്റെ ഗോപുരം, ഗോപുരദ്വാരം എന്ന അർത്ഥമുള്ള ബാബേലിനെ ബലാലായിട്ട് അവതരിപ്പിക്കുകയാണ്, ആശയക്കുഴപ്പം, കൂട്ടിക്കുഴക്കലായിട്ട് അവതരിപ്പിക്കുകയാണ് ബൈബിള്. അതായത് ദൈവത്തിൻ്റെ ഗോപുരദ്വാരം വരെ പോകാനുള്ള അവരുടെ ശ്രമം അത് ഒരു ആശയക്കുഴപ്പമായിട്ട് മാറി. മനുഷ്യരുടെ ധാർഷ്ട്യത്തിലുള്ള ശിക്ഷ മാത്രമല്ല ഇത്. ദൈവത്തിനെതിരെ മനുഷ്യരെ ഒന്നാകെ അണിനിരത്താനുള്ള മോഹങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ ഭിന്നിപ്പിക്കൽ. നിങ്ങൾ ഈ അൽമായ സെനഡ് കഴിഞ്ഞപ്പോൾ, ഈ എറണാകുളം വിമതരുടെ അൽമായ സെനഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂട്ടായ്മയാണ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞിട്ട് വലിയ അഹങ്കാരത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കി വിടുന്നുണ്ട്. കൂട്ടായ്മ, മനുഷ്യരെ ഒന്നാകെ, ദൈവത്തിനെതിരെ മനുഷ്യരെ ഒന്നാകെ അണിനിരത്താൻ കഴിഞ്ഞു. ആ മോഹമാണ് അവർ പറയുന്നത്. ദൈവത്തിനെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, സഭയ്ക്കെതിരെ, മെത്രാൻ സെനഡിനെതിരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മനുഷ്യരെ ഒന്നാകെ അണിനിരത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്ന ധാർഷ്ട്യം, അത്തരം ധാർഷ്ട്യത്തിലുള്ള തിരിച്ചടിയാണ്
ബാബേൽ ഗോപുര കഥ. പല ദേശങ്ങളിൽ പോയി പാർക്കാൻ കൂട്ടാക്കാതിരുന്ന മനുഷ്യനെ ദൈവം നിർബന്ധിച്ച് അയക്കുകയാണ്. അതാണ് ഈ ഭിന്നിപ്പൻ്റെ ലക്ഷ്യം. അപ്പോൾ ബാബേൽ ഗോപുരത്തിൻ്റെ കഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ചിതറിക്കലാണ്. പല ദേശങ്ങളിൽ പോയി പാർക്കുക. അത് ദൈവം നിശ്ചയിച്ചതാണ്. ആദം അതിർത്തികൾ ലംഘിച്ചപ്പോൾ തോട്ടത്തിൽ നിന്നും മണ്ണിലേക്ക് നാട് കടത്തി. മണ്ണിൽ വെച്ച് സഹോദരനെ കൊന്നുകളഞ്ഞ കായനെ ദൈവം പുറം ലോകത്തേക്ക് നാട് കടത്തി. പുറം ലോകത്ത് വെച്ചാണ് പാപം ചെയ്തപ്പോൾ അവരെ അവിടെ നിന്നും പുറത്തു വിട്ടു. സമതലത്തിൽ അവിടെ ദേശരാഷ്ട്രം സ്ഥാപിച്ച പ്രശസ്തി കൈവരിക്കാൻ തീരുമാനിച്ചവരെ ഭൂമിക്ക് താഴെ ദൈവം ചിതറിച്ചു. ഈ ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ ശ്രമിച്ച സ്ഥലത്ത് നിന്നും ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു നടക്കാൻ. അങ്ങനെ മാനവരാശിയുടെ ഐക്യവും മനുഷ്യാസ്തിത്വവും കണ്ടെത്താൻ ദൈവം എന്ന കേന്ദ്രത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച അബ്രഹാമിൻ്റെ പേരാണ് പ്രശസ്തമായത്. ബാബേൽ നഗരവും ഗോപുരവും പണിതവരുടെ അല്ല. അബ്രഹാമിൽ ആരംഭിക്കുന്ന തിരിച്ചു നടപ്പ് പെന്തക്കോസ്തായിൽ പൂർത്തിയാകുന്നത്. പല നാട്ടിൽ നിന്ന് വന്നവരാണ്, പക്ഷെ അവരെല്ലാം യഹൂദന്മാരായിരുന്നു. പല നാട്ടിൽ നിന്ന് വന്നവർ. പെന്തക്കോസ്തായിൽ വന്നത് പല നാട്ടിൽ നിന്നാണ് വന്നത്, ജെറുസലേമിൽ തിരുനാൾക്ക്. പക്ഷെ എല്ലാം യഹൂദന്മാരാണ്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും അരാമയ്യ സംസാരിക്കുന്ന യഹൂദന്മാരും ഹീബ്രു സംസാരിക്കുന്ന യഹൂദന്മാരും ഒക്കെ. അവരെല്ലാം ഒരൊറ്റ സഭയെ ഐക്യപ്പെടാൻ ഭാഷ തടസ്സമായില്ലെന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം എന്ന കേന്ദ്രമുണ്ടെങ്കിൽ ഐക്യമുണ്ടാകും. ദൈവം എന്ന കേന്ദ്രം ഇല്ലെങ്കിൽ ഐക്യമുണ്ടാകില്ല. ഇതാണ് കഥയുടെ കേന്ദ്രം. പിന്നെ ദൈവം ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന നാടുണ്ട്, അവിടേക്ക് പോകണം. ഈ സ്വർഗം തന്നെ കോളനിവൽക്കരിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ സ്വർഗം വരെ കോളനിവൽക്കരിച്ച് ദൈവത്തെ പുറന്തള്ളാം എന്ന് വിചാരിക്കുന്ന എറണാകുളം അങ്കമാലിക്കാരുടെ ധാർഷ്ട്യം, ഒറ്റക്കെട്ടെന്നുള്ള ധാർഷ്ട്യം, അതിന് ദൈവം ചിതറിച്ച് കളഞ്ഞ കഥയാണ് ബാബേൽ ഗോപുര കഥ. അതുകൊണ്ട് ഈ സൂരജത്തിനോടും എറണാകുളം അങ്കമാലി അതിരൂപതക്കാരോടും സത്യദീപകാരോടും എനിക്ക് പറയാനുള്ളത്, ബാബേൽ ഗോപുര കഥ അതിന് ശരിയായ അർത്ഥത്തിൽ പഠിച്ചിട്ട് അത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളെ ദൈവം ചിതറിക്കാൻ ഇരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പുതിയ തലമുറ സുറിയാനി പഠിക്കുന്നു. രണ്ട്, നിങ്ങളിൽ കുറേ പേരെങ്കിലും ഈ കൽദായ സുറിയാനി കുർബാന ചൊല്ലുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാ കുർബാനും ചൊല്ലേണ്ടി വരും. അല്ലാതെ കത്തോലിക് സഭയിൽ നിൽക്കാൻ കഴിയില്ല, സുറിയാനി കത്തോലിക് സഭയിൽ നിൽക്കാൻ കഴിയില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ മെത്രാമാരും സുറിയാനി അറിയുന്നവരെ പറ്റൂ. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പം നിങ്ങളുടെ തലയിൽ കർത്താവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കുറേശ്ശെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ പറഞ്ഞ തെളിവുകൾ തന്നെ ധാരാളം. ഇതിൽ കൂടുതൽ എന്ത് വേണം? അതിനാൽ ഈ സുറിയാനി പേടി മാറ്റിവെച്ച് സുറിയാനിയെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സീറോ മലബാർ സഭയിലാകൂ. സീറോ മലബാർ എന്ന് പറയുന്നത് സുറിയാനിയാണ്. സീറോ. ആ സുറിയാനി ഭാഷയ്ക്ക് മറ്റൊരു പേരാണ് കൽദായ സുറിയാനി. പൗരസ്ത്യ സുറിയാനിക്ക് മറ്റൊരു പേരാണ് കൽദായ സുറിയാനി. അതുകൊണ്ട് കൽദായവൽക്കരണം പിന്നെ സുറിയാനി പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ കത്തോലിക്ക സഭയിൽ നിൽക്കണമെങ്കിൽ, സുറിയാനി കത്തോലിക്ക സഭയിൽ നിൽക്കണമെങ്കിൽ ഇതൊക്കെ സ്നേഹിച്ചേ പറ്റൂ. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്നിട്ട് ഇങ്ങനെ സഭയ്ക്കെതിരുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ നിങ്ങളുടെ ത്വരയുണ്ടല്ലോ, അത് മാറ്റിവെക്കുക. അത് പൈശാചികമാണ്. പൈശാചിക തൃഷ്ണയാണ് നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത്. അത് മാറ്റി ദൈവിക തൃഷ്ണയിലേക്ക് വരാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.